കണ്ണൂർ സ്റ്റൈലിലുള്ള മത്തി മുളക് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. മത്തി മുളക് കറിയും കണ്ണൂരിലെ പത്തലും കൂടി ഒരുമിച്ച് കഴിച്ചാൽ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അത്രയും ടേസ്റ്റാണ് അതിന്. അതുപോലെ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഈ മത്തി മുളകിട്ടത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം മത്തിയാണ്. ചെറിയ മത്തിയാണ്, തീരെ ചെറുതല്ല, എന്നാൽ അധികം വലിപ്പമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അരമത്തി എന്ന് പറയും. അപ്പോൾ ഈ മത്തി നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തല വെട്ടി കളഞ്ഞിട്ടില്ല, തലയോട് കൂടിയിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി ആവശ്യമുണ്ട്. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം, അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു സവാളയുടെ 4/1 മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ തക്കാളി, അതുപോലെ ഒരു 4 വലിയ വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തതാണ്. ചെറുതാണെങ്കിൽ ഒരു 5-8 എണ്ണമൊക്കെ എടുക്കാം. 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. മൺചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. ഇനി മൺചട്ടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. ആ സമയത്ത് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഇപ്പോൾ ചേർക്കണ്ട, ലാസ്റ്റ് മീൻ ചേർക്കുന്ന സമയത്ത് ചേർത്താൽ മതി. തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഈ കറിക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ അടച്ചു വെക്കാം. ചെറിയ തീയിൽ ഒരു 6-8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ പറ്റണം, അത്രയും നന്നായിട്ട് ഇത് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെക്കുന്നത്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കൂടി വേണം. തക്കാളിയുടെ പീസ് തീരെ കാണാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. നമ്മൾ 1/2 കിലോഗ്രാം മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇതിൽ കറക്റ്റ് അളവാണ്. എരിവ് ഇത്ര വേണ്ടാന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് മല്ലിപ്പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം അതിൻ്റെ നീര് മാത്രം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളവും ഞാൻ ഈ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുളിവെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരണം. അത്ര വരെ നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ എണ്ണയൊക്കെ സൈഡിൽ നിന്നും മുകളിൽ നിന്നൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 3 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ വെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം വേണമെങ്കിലും ചേർക്കാം, പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല. സാധാരണ വെള്ളം ചേർത്താൽ തന്നെ മതിയാവും. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പുളിവെള്ളവും കൂടി മൊത്തം 3.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ വീണ്ടും അടച്ചു വെക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ മത്തി ഇതിലേക്ക് ചേർക്കാവൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതിങ്ങനെ അടച്ചു വെക്കുക. ഇനി നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം. കറി നന്നായിട്ട് വെട്ടിത്തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതുപോലെ നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ച മത്തി ചേർത്ത് കൊടുക്കാം. മുഴുവൻ മത്തിയും ഒരുമിച്ച് ചേർക്കുക. നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച വെളുത്തുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തിയും വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കറി ഇവിടെ വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറി നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കറി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മത്തി ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് അടിഞ്ഞു പോയില്ല. മറ്റുള്ള കിങ് ഫിഷ് അല്ലെങ്കിൽ ചെറിയ നത്തോലിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മീൻ അടിഞ്ഞു പോകും. മത്തി ആയാലും അത്ര പെട്ടെന്ന് അടിഞ്ഞു പോയില്ല. അതുകൊണ്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ കറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും കറി നല്ല പാകത്തിന് വറ്റി മത്തിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി ഇതിനേക്കാളും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വറ്റിച്ചെടുക്കാം. പക്ഷേ ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി വറ്റും. അതുകൊണ്ട് ഇതിനേക്കാളും കൂടുതൽ വറ്റിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ പത്തലിനൊക്കെ കൂട്ടാൻ പാകത്തിൽ കുറച്ച് വറ്റിയ കറിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മത്തി മുളക് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോഴും ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മൺചട്ടി ആയതുകൊണ്ടാണ്. മൺചട്ടി ഒരു പ്രാവശ്യം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം നല്ല ചൂടോട് കൂടിയിട്ട് അതിങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി മത്തിക്കറി നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് എന്തിൻ്റെ കൂടെയും ചോറിനും പത്തലിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്